Sorry. Next topic in second module is cooling of transformers. Cooling of transformers. So transformer cooling is categorized into air cooling and oil cooling. So we have air cooled transformers and oil cooled transformers. So air cooled transformers, they come under dry type transformers, dry type. There is no oil inside the transformer, and these come under air natural and air blast. Air natural, AN, and air blast, AB. The assembled core with the windings is kept in a tank, transformer tank. So in the case of air cooled, there won't be any oil in the tank. Obviously, these are used only for smaller capacities. Whereas in the case of oil cooled, we have, depending upon the cooling system adopted, we have the oil natural, oil, and that is in short called as ON, and oil forced, when we use the forced circulation of oil. അപ്പം ഓയില് നമ്മൾ വെറുതെ ടാങ്കിനകത്ത് ഇങ്ങനെ ഒഴിച്ചിരിക്കും. ഓയിൽ എന്തിനാണ്? അപ്പം കുറേ കൂടെ ഇത് എയർ കൂളിംഗ് ഉപയോഗിക്കുന്നത് ചെറിയ ട്രാൻസ്ഫോമേഴ്സിനൊക്കെയാണ്. അപ്പം കുറേ കൂടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി വലുതാകുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ കൂൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനാണ് ട്രാൻസ്ഫോമേഴ്സ് കൂൾ ചെയ്യുന്നത്? ഇതിനകത്ത് ട്രാൻസ്ഫോമറിനകത്ത് ലോസസ് ഉണ്ട്. We have the iron losses and we have the copper losses. Iron losses occur in the core of the transformer. നിങ്ങൾക്കറിയാം കോർ എവിടെ ഇരിക്കുന്നെന്ന്. കോറിനകത്തുണ്ടാകുന്ന ലോസസ് ആണ് കോർ ലോസ് അഥവാ അയൺ ലോസ്. കാരണം കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ, അയൺ വെച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും ഉണ്ട്. അതാണ് ഈ അയൺ ലോസ് എന്ന് പറയുന്നത്. ഇനി വൈൻഡിങ്ങിനകത്ത് വി ഹാവ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടേൺസ് റേഷ്യോ, അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ ടേൺസ് മാറിയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു സൈഡിൽ കൂടെ കുറച്ച് കറണ്ടും ഒരു സൈഡിൽ കൂടെ കൂടുതൽ കറണ്ടും, ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ടേൺസ്, റിലേറ്റീവ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ടു വൈൻഡിങ്സ്. വാട്ട് എവർ ബി ദ കേസ്, there will be currents through the two windings depending upon the load of the load on the transformer. ട്രാൻസ്ഫോമറിൻ്റെ ലോഡിനനുസരിച്ച് രണ്ട് വൈൻഡിങ്ങിൽ കൂടെയും കറണ്ട് ഉണ്ടാകും. ആൻഡ് ബിക്കോസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ്സ് വി ഹാവ് I²R ലോസ് ഒക്കറിങ് ബോത്ത് ഇൻ ദ പ്രൈമറി ആൻഡ് ഇൻ ദി സെക്കൻഡറി. രണ്ട് വൈൻഡിങ്സിലും I²R ലോസ്. ഇത് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്നതുകൊണ്ട് സിൻസ് ദ വൈൻഡിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ, വി കോൾ ഇറ്റ് ആസ് കോപ്പർ ലോസ്. അപ്പം പവർ ലോസാണ്. രണ്ടും അയൺ ലോസ് ആയിരുന്നാലും കോപ്പർ ലോസ് ആയിരുന്നാലും പവർ ലോസാണ്. ഈ ലോസസ് മൂലം എന്ത് സംഭവിക്കും? ലോസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ അപ്പിയർ ആസ് ഹീറ്റ്. ഇതുമൂലം ഹീറ്റ് ഉണ്ടാകും. ട്രാൻസ്ഫോമേഴ്സ് യൂസിങ് എയർ ആർ ആസ് കൂളൻ്റ് ആർ കോൾഡ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്. Transformers which use oil as the coolant are called oil immersed transformer. അപ്പം in dry type, heat generated is conducted across the core and windings and is dissipated by convection and radiation. അപ്പോൾ എയർ കൂൾഡ് ആകുമ്പോൾ അതിനകത്ത് വേറെ മീഡിയം ഒന്നുമില്ല, എയറാണ്. ഈ ട്രാൻസ്ഫോമറുമായിട്ട് അതിൻ്റെ വൈൻഡിങ്ങുമായിട്ടും കോറുമായിട്ടൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഹീറ്റഡ് ആകും. അപ്പം ഹോട്ട് എയർ മുകളിലോട്ട് പോയി അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് തണുത്ത എയർ വന്ന് താഴെ വരും. അപ്പോൾ വീണ്ടും ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ട് ഒരു സർക്കുലേഷൻ, അതാണ് കൺവെക്ഷൻ. പിന്നെ ഈ ചൂട് എയർ ടാങ്കിൻ്റെ സർഫസ് ടാങ്കിൽ തട്ടുമ്പോൾ അത് പുറത്തോട്ട്
അപ്പോൾ അതിന് ടാങ്കിന് നമുക്ക് സഫീഷ്യൻ്റ് ഏരിയ കൊടുക്കും, അത് പുറത്തോട്ടങ്ങ് ഡിസിപ്പേറ്റഡ് ആയി പോകും. അതാണ് കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ദർ ഇസ് എ കൺവെക്ഷൻ ഓഫ് എയർ, നാച്ചുറൽ കൺവെക്ഷൻ ഉണ്ടാവും, ചൂട് എയറും തണുത്ത എയറും അതിനകത്തുള്ളത് കൊണ്ട് ഒരു നാച്ചുറൽ സർക്കുലേഷൻ ഉണ്ടാകും. അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അത് ആ ചൂട് എയർ വന്ന് ടാങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ പിന്നെ ടാങ്ക് ചൂട് പിടിച്ച് അത് പുറത്തോട്ടങ്ങ് വ്യാപിച്ചു പോകും. അതാണ് നാച്ചുറൽ റേഡിയേഷനായിട്ട് അന്തരീക്ഷത്തിലങ്ങ് വ്യാപനം ചെയ്ത് നിർവ്യാപനം ചെയ്ത് പോകും. അപ്പോൾ ഈ ഓയിൽ ഉപയോഗിക്കും, വലിയ ട്രാൻസ്ഫോർ ആകുമ്പോൾ ഓയിൽ ഉപയോഗിക്കണം. നമുക്കങ്ങനെ മൂന്നായിട്ട് ഓയിൽ നാച്ചുറലുണ്ട്, രണ്ടാമത് ഓയിൽ ഫോഴ്സ്ഡ് ഉണ്ട്, ON ആൻഡ് OF. ഓയിൽ നാച്ചുറലിനകത്ത് ONN, ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ, ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ്, ഓയിൽ നാച്ചുറൽ, വാട്ടർ ഫോഴ്സ് എന്ന് വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ, ഓയിൽ നാച്ചുറൽ, എയർ ഫോഴ്സ്ഡ്, ഓയിൽ നാച്ചുറൽ, വാട്ടർ ഫോഴ്സ്ഡ്, ONWF. ഫോഴ്സ്ഡ് ഓയിലാകുമ്പോൾ, ഫോഴ്സ്ഡ് ഓയിൽ കൂളിംഗ് ആകുമ്പോൾ വീണ്ടും അതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. OFAN, ഓയിൽ ഫോഴ്സ്ഡ്, എയർ നാച്ചുറൽ, ഓയിൽ ഫോഴ്സ്ഡ്, എയർ ഫോഴ്സ്ഡ്, ഓയിൽ ഫോഴ്സ്ഡ്, വാട്ടർ ഫോഴ്സ്ഡ്. അപ്പോൾ അത് ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമർ ആകുമ്പം ദി ടാങ്ക് ഈസ് ഓൾമോസ്റ്റ് ഫിൽഡ് വിത്ത് ഓയിൽ. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യത്തില്ല, മുകളിലൊരു കുറച്ച് സ്ഥലം വിട്ടിട്ട് ഓയിൽ ഫില്ല് ചെയ്യും. അപ്പം ഹീറ്റ് ഫ്രം ദ കോർ ആൻഡ് വൈൻഡിങ്സ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ഓയിൽ. ഈ കോറ് ചൂട് പിടിച്ചിരിക്കുകയാണ്, വൈൻഡിങ് ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഓയിൽ ആദ്യം തണുത്തിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ഈ കോറിൽ നിന്നും വൈൻഡിങ്ങിൽ നിന്നുമുള്ള ചൂട് ആദ്യം ഓയിലെടുക്കുമ്പോൾ ദ ഓയിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ദി ട്രാൻസ്ഫോമർ കോർ ആൻഡ് ദ വൈൻഡിങ്സ് ഗെറ്റ് ഹീറ്റഡ്. അതുമായിട്ട് സ്പർശനത്തിലായിരിക്കുന്ന ഓയിൽ ചൂടാകും. അപ്പം ആ ചൂടാവുന്ന ഓയിൽ ബിക്കംസ് ലെസ് ഡെൻസർ. അപ്പം അത് മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ തണുത്ത ഓയിൽ ആ മുകളിലോട്ട് പോയ ഓയിലിൻ്റെ സ്ഥാനത്തായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ സർക്കുലേഷൻ ഓഫ് ഓയിൽ ഇതിനകത്ത് നടക്കും. അതാണ് ഓയിൽ. അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഏജൻറ്റ്, ഓയിൽ മാത്രമേ ഉള്ളൂ, അതിന് ഫോഴ്സ്ഡ് ഇല്ലെങ്കിലും നാച്ചുറലായിട്ടൊരു സർക്കുലേഷൻ കാണും. അപ്പോൾ അതാണ് ദി heat. In the case of oil immersed transformer, the heat from the core and windings is absorbed by the oil and is transferred to the walls of the tank walls transfer by convection, from where it is dissipated by convection and radiation. Cooling of transformers pose greater problems due to the absence of any moving parts. Whereas in rotating machines, നമ്മൾ ട്രാൻസ്ഫോമറിനകത്താണെങ്കിൽ ഇതിനകത്ത് കറങ്ങുന്ന ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് കറങ്ങുമ്പോഴേ ഉള്ള കൂളിംഗ് ഇഫക്റ്റ് വരുന്നില്ല. റൊട്ടേറ്റിംഗ് മെഷീനകത്താണെങ്കിൽ അങ്ങനെ വരും. അപ്പോൾ ഇവിടെയാണെങ്കിൽ അതില്ലാത്തതുകൊണ്ട് ട്രാൻസ്ഫോമർ കൂൾ ചെയ്യാൻ കുറച്ചുകൂടെ പ്രയാസകരമാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. എയർ നാച്ചുറൽ ആകുമ്പോൾ എ ഷീറ്റ് മെറ്റൽ എൻക്ലോഷർ ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ദ വൈൻഡിങ്സ് ഫ്രം ദി മെക്കാനിക്കൽ ഡാമേജ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ കോറിനെയും വൈൻഡിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പുറത്തൊരു ടാങ്കിനകത്താണ് ഇത് വെക്കുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡിസിപ്പേറ്റഡ് ബൈ ദി നാച്ചുറൽ convection radiation. This method is used for small transformers of a few kVA capacity. കുറഞ്ഞ kVA capacity, 5 kVA നിങ്ങൾ ലാബിലൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് താഴെ kVA capacity ഉള്ളതൊക്കെ നമ്മൾ നാച്ചുറൽ എയറാണ്. പ്രത്യേകിച്ച് ഫോഴ്സ്ഡ് മെത്തേഡൊന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല. എയർ ബ്ലാസ്റ്റ് ആകുമ്പോഴോ, ഇൻ ദിസ് മെത്തേഡ് ദ ട്രാൻസ്ഫോമർ ഈസ് കൂൾഡ് ബൈ എ കണ്ടിന്യൂസ് ബ്ലാസ്റ്റ് ഓഫ് എയർ ഫോഴ്സ്ഡ് ത്രൂ ദ കോർ ആൻഡ് വൈൻഡിങ്സ്. The air blast is produced by external fans or blowers. Heat dissipation is improved and higher rating is possible. അപ്പം നമ്മൾ അതൊരു ഫാൻ വെച്ച്, ഈ ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിൻ്റെ അടുക്ക് ഒരു ഫാൻ വെച്ച് ടാങ്ക് കൂൾ ചെയ്യും, അല്ലെങ്കിൽ ബ്ലോവർ വെച്ച് ഇതിനകത്തോട്ട് എയർ അടിച്ച് കയറ്റും. അപ്പോൾ അകത്തോട്ടും കുറച്ച് എയർ പോകും. ഈ ടാങ്കിൻ്റെ ചൂട് പിടിച്ച ടാങ്കിൻ്റെ ഹീറ്റ് അടിച്ച് കളയാനായിട്ട് ബ്ലോവറും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് ഫോഴ്സ്ഡ് എയർ ബ്ലാസ്റ്റ്. എ ബ്ലാസ്റ്റ് ഓഫ് എയർ ഈസ് യൂസ് ടു കൂൾ ദി ടാങ്ക്. അപ്പോൾ ടാങ്ക് കൂളാക്കിക്കൊണ്ടിരിക്കും. ഓയിൽ നാച്ചുറൽ ആണെങ്കിലോ, ഓയിൽ നാച്ചുറൽ
that is ON. The transformer is immersed in oil and the heat generated in core and windings is absorbed by the oil. Heated oil goes to the top, നേരത്തെ പറഞ്ഞ്, and cool oil takes its place. അതിൻ്റെ സ്ഥാനത്ത് തണുത്ത ഓയിൽ വരും. At the bottom, or there is a natural circulation of oil by convection. The heated oil transfers its heat to the tank. ടാങ്കിലോട്ട് അത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. To the tank walls, from where it is dissipated to the ambient air. അത് ആംബിയൻ്റ് എയറിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് അതാണ്ട് ഇവിടെ. കുറച്ചുകൂടെ അത് കൂട്ടാനായിട്ട് നമുക്ക് ആ സർക്കുലേഷൻ, ഓയിൽ സർക്കുലേഷൻ, ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഓയിൽ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഇവിടെ ഒരു ഇതിന് ചുറ്റും കൂളിംഗ് ട്യൂബ്സ്, നിങ്ങൾ ട്രാൻസ്ഫോമറിന് ചുറ്റും കൂളിംഗ് ട്യൂബ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇത് ട്രാൻസ്ഫോമർ ടാങ്ക്. അതിൻ്റെ ഏകദേശം ഒരു കുറച്ച് ഡിസ്റ്റൻസ്, ഒരു 10-15 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ബാക്കിയുള്ളിടത്ത് ഓയിൽ നിറയ്ക്കും. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ടു അലോ അബ്സോർപ്ഷൻ ടു അലോ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഓയിൽ. ചൂടിനനുസരിച്ച്, ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ട്രാൻസ്ഫോമർ ഓയിൽ ചൂടാകുമ്പം ഇത് എക്സ്പാൻഡ് ചെയ്യുകയും തണുക്കുമ്പോഴത് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും അലോ ചെയ്യുന്നതിനാണ് കുറച്ച് സ്പേസ് വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇത് മുഴുവനാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ട്രാൻസ്ഫോമറിനകത്ത് ഉപയോഗിക്കുന്ന ഓയിൽ സ്പെഷ്യൽ ഗ്രേഡ് ട്രാൻസ്ഫോമർ ഓയിലുണ്ട്. 2 പർപ്പസ് ഉണ്ട്, കൂളിങ്ങിന് വേണ്ടിയും പിന്നെ ഇൻസുലേഷന് വേണ്ടിയും. ഈ വൈൻഡിങ്ങും ഈ ടാങ്കുമായിട്ടൊക്കെ ഇൻസുലേറ്റ് ചെയ്യുന്നതിന് ഇത് ഉപകരിക്കും. സോ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ആസ് വെൽ ആസ് ഇറ്റ് ആക്ട്സ് ആസ് എ കൂളിംഗ് മീഡിയം. ട്രാൻസ്ഫോമർ ഓയിൽ സാധാരണ ഓയിലല്ല, സ്പെഷ്യൽ പർപ്പസ് ഓയിലുണ്ട്. ഇനി ട്രാൻസ്ഫോമർ ഇത് കൂൾ ചെയ്യുന്നതിന് ഈ ഓയിൽ ഇങ്ങനെ കൊടുക്കുന്ന കൂടാതെ ഈ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ ഫിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ട്രാൻസ്ഫോമറിൻ്റെ ബോഡിക്ക് ചുറ്റും കൂളിംഗ് ട്യൂബ്സ് ഉണ്ട്. കൂടാതെ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഫിൻസ് കൊടുക്കും. ഇങ്ങനെ എന്താണ് ഫിൻസ്? നിങ്ങൾക്കറിയാം ഫിൻസ് വെച്ചേക്കുന്നത് എന്തിനാണ്? ഫിൻസ് വെക്കുമ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടും. ഇപ്പോൾ നമുക്കറിയാം മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ സിലിണ്ടറിന് ചുറ്റും ഫിൻസ് വെച്ചേക്കുന്നത് എന്തിനാണ്? ഈ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നതിനാണ്. ശരിക്കും അതിൻ്റെ ഏരിയ കൂടുമ്പോഴതിൻ്റെ വോളിയം കൂടാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ്. നമുക്ക് സർഫസ് ഏരിയ കൂട്ടിക്കുന്ന സിലിണ്ടറിൻ്റെ വ്യാപ്തം, സിലിണ്ടറിൻ്റെ വോളിയം അങ്ങ് കൂട്ടാം. സിലിണ്ടർ വോളിയം കൂട്ടിയാൽ മറ്റൊരുപാട് അതിൻ്റെ HP കൂടും, അതിൻ്റെ കൺസംഷൻ, ഫ്യൂൽ കൺസംഷൻ കൂടും, മോട്ടറിൻ്റെ കോസ്റ്റ് കൂടും, ഈ എൻജിൻ്റെ കോസ്റ്റ് കൂടും. അപ്പം എൻജിൻ കപ്പാസിറ്റി, ക്യൂബിക്കൽ കപ്പാസിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്ന ഒരു മെത്തേഡാണ് ഇത് ഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. In order to have a greater surface area for the tank, by keeping the same cubical capacity, by keeping the same volume. അപ്പം വോളിയം അത് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് സർഫസ് ഏരിയ കൂട്ടുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് ഈ ഫിൻസ് വെക്കുക എന്ന് പറയുന്നത്. ഫിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഈ ഫിൻസ് കൂടിയ സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതൽ ചൂട് അന്തരീക്ഷത്തിലൂടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പം സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ദ ഹീറ്റ് ഡിസിപ്പേഷൻ വിൽ ബി മോർ. സോ ഫിൻസ് കൊടുക്കാം. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ. ടാങ്കിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വരും. പിന്നെ ഇവിടെ ഈ ചെറിയ പോർഷനിൽ കുറച്ച് ഓയിൽ കയറി കിടക്കും. സ്ലൈറ്റ്ലി മോർ ക്യൂബിക്കൽ കപ്പാസിറ്റി ഇൻക്രീസ്. അപ്പോൾ ഇതും ഫിന്നായിട്ട് ആക്ട് ചെയ്യാണ്. അതുകൊണ്ട് ഇങ്ങനെ കൊറുഗേറ്റഡ് ടാങ്ക്. സോ ദാറ്റ് ഈസ് ഫോർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക്. ഇതെല്ലാം ഓയിൽ നാച്ചുറൽ മെത്തേഡാണ്.